ശ്രീ KM സുനിലേക്ക് വീണ്ടും. ശ്രീ സുനിൽ, ഇപ്പോൾ ഈ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആഭിചാരവുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും നിലവിലില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ഈ പൂജാരി എന്ന വ്യക്തി, അദ്ദേഹം ആദ്യം ഒരു ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായിരുന്നു കരിക്കകത്ത്. പിന്നീട് അദ്ദേഹം ഒരു മുട്ടക്കച്ചവടക്കാരനായിരുന്നു എന്ന് കേൾക്കുന്നു, കാഥികനായിരുന്നു എന്ന് കേൾക്കുന്നു. പിന്നീട് പെട്ടെന്ന് അദ്ദേഹം പേരുമാറ്റി അവിടെ ഒരു പൂജ പഠന ക്ലാസ് തുടങ്ങുകയാണ്. അവിടെ പഠിക്കാനായി ശ്രീതു പോയിരുന്നു. അവിടെ സഹായിയായി ഹരികുമാറും പോയിരുന്നു. ഹരികുമാർ പോയ കാര്യവും ഹരികുമാറിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട കാര്യവും ഞങ്ങളുടെ പ്രതിനിധി അയാളോട് നേരിട്ട് രാവിലെ സംസാരിക്കുമ്പോൾ പറയുന്നു. പക്ഷേ ശ്രീതു അവിടെ പഠിക്കാൻ വന്ന കാര്യം അദ്ദേഹം മറച്ചു വെക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ അയാൾക്ക് ഇതിൽ പങ്കില്ല എന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നിങ്ങൾക്ക് ഈ പൂജാരിയെ അറിയാമോ? അദ്ദേഹത്തിൻ്റെ നാട്ടിലെത്തി നമ്മൾ അവിടെ അന്വേഷണം നടത്തുമ്പോൾ കരിക്കകത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം, ആ സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ അവിടെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ആവശ്യങ്ങൾക്കായി ഇവിടെ നാട്ടുകാരും അയാളെ സമീപിക്കാറില്ല. പുറത്തുനിന്ന് ആരൊക്കെയോ വന്നു പോകുന്നു എന്ന് മാത്രമാണ് നാട്ടുകാർ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഒരു ദുരൂഹമായ ഒരു ചുറ്റുപാടിൽ എങ്ങനെയാണ് ഈ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകാനാവുക? താങ്കൾ ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ ഭാഗത്തല്ല, എന്നാൽ പോലും. മേഡം, ഈ പോറ്റി ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കോട്ടുകാൽക്കുടം മുത്താരമ്മൻ ദേവി ക്ഷേത്രത്തിൽ, അതായത് ശ്രീതു ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൻ്റെ മുൻവശത്തിരിക്കുന്ന ക്ഷേത്രത്തിൽ ദേവപ്രശ്നം പറയാൻ വന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹം ദേവപ്രശ്നം പറഞ്ഞിട്ട് പോയത് 150ാമത് അമ്മൻകുട മഹോത്സവം നടക്കുന്ന, ഈ 25-ൽ 150ാമത് അമ്മൻകുട മഹോത്സവം നടക്കുന്ന മുത്താരമ്മൻ ദേവി ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം ഇത് മാറ്റിയിട്ട് പുതിയ വിഗ്രഹം വയ്ക്കണം എന്ന് സംഘാടകരോട് ആവശ്യപ്പെട്ട പോറ്റിയാണ്. അപ്പോൾ ഇദ്ദേഹം ശരിക്കുള്ള പോറ്റിയുടെ ഒരു ലക്ഷണമോ ഒന്നും ഉള്ള ഒരാളൊന്നുമില്ല. അന്ന് തന്നെ ഞങ്ങൾക്കൂടെ കൂടിയ നാട്ടുകാർക്ക് അപ്രീതിയാണ് ഉണ്ടായത്. ഇയാളുമായി ഈ ശ്രീധുവിനും കുടുംബത്തിനും ആദ്യകാലം മുതലേ ബന്ധമുണ്ട് എന്നൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രീധു ദേവസ്വം ബോർഡിൽ കയറി എന്ന് പറഞ്ഞത് മുതലാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അവിടെ വരുന്നത്. പക്ഷെ അതനുസരിച്ചുള്ള ഒരു ആഭിചാര ക്രിയകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പൂജാവിധികളൊന്നും ശ്രീധു താമസിക്കുന്ന വീട്ടിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അങ്ങനെ എന്തെങ്കിലും നടന്നാൽ തൊട്ടടുത്തിരിക്കുന്ന വീട്ടുകാർക്ക് അറിയാൻ കഴിയും, അത് പുറം ലോകം അറിയുകയും ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു പ്രക്രിയ ഉണ്ടായിട്ടില്ല. ഇത് പുറത്തേക്ക് അവർ പോയാണ് ഇക്കാര്യങ്ങൾ അറിയുന്നത്. കുറച്ച് നാളൊരു 3-4 മാസക്കാലം ഹരികുമാർ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ കഴക്കൂട്ടത്തോ ഈ പറഞ്ഞതുപോലെ കരിക്കകത്തോടെയാണ് എന്നിങ്ങനെ നാട്ടുകാരോട് പറഞ്ഞിരുന്നു. അതവർ പറഞ്ഞിരുന്നത് അവിടെ ഒരു പോറ്റിയുടെ സഹായിയായിട്ട് പൂജാവിധികൾ പഠിക്കാൻ പോകുന്നു എന്നാണ്. പക്ഷേ എങ്കിൽ തന്നെയും ഹരികുമാറിന് ഈ പറയുന്ന അനുസരിച്ചുള്ള മാനസികമായ വിഷയങ്ങളില്ല. എങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെ മാനസികമായ വിഷയമുള്ള ഹരികുമാറിനാണെങ്കിൽ ഈ പൂജാവിധികൾ പഠിക്കാൻ കഴിയുമോ? അദ്ദേഹം ക്ഷേത്രത്തിൽ പഞ്ചവാദ്യം അടിക്കുന്നത് പഠിച്ചിട്ടുണ്ട്. ബാലരാമപുരം തേമ്പാമുട്ടം തലയൽ ഭാഗത്തു നിന്നാണ് അദ്ദേഹം പ്രൈവറ്റായി ഇത് പഠിച്ചത്. ഇവിടെ കോട്ടുകാൽക്കോണം ക്ഷേത്രത്തിലും കാവിൻപുറം മഹാദേവർ ക്ഷേത്രത്തിലുമൊക്കെ അദ്ദേഹം പഞ്ചവാദ്യം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊന്നും മാനസികമായ പ്രശ്നമുണ്ടെങ്കിൽ ഇതിനൊന്നും കൃത്യമായി അവിടുത്തെ പൂജാവിധികൾക്കനുസരിച്ച് അദ്ദേഹത്തിന് ഇതിന് താളം ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഇപ്പോൾ ഈ പോലീസ് പറയുന്ന അയാളിലാണ് ഒതുങ്ങി നിൽക്കുന്നതെന്ന് പറയുന്നത് ഒട്ടുമേ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയുന്നതിനുള്ള ബുദ്ധിയും അതിനുള്ള ശേഷിയും ഈ ഹരികുമാറിനില്ല എന്നുള്ളത് ഞങ്ങൾ അടിവരയിട്ട് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഹരികുമാറിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. ഇത് എന്തിനു വേണ്ടി സംഭവിച്ചു? എങ്കിലൊന്ന് ചോദിക്കട്ടെ, ഹരികുമാറിൻ്റെ മുറിയിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. ഹരികുമാർ കിടന്ന മുറിയിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. രാവിലെ ഈ മരണമറിഞ്ഞ ഞാൻ ഇന്നലെ 6-6:15 ഹരികുമാറിൻ്റെ വീട്ടിലെത്തുന്നു. അപ്പോഴേക്കും ഹരികുമാറിൻ്റെ അമ്മയും ശ്രീധുവും പറഞ്ഞത് ഒരു 2 മണിക്കും 3 മണിക്കും ഇടയിൽ ഹരികുമാറിൻ്റെ മുറിയിൽ തീപിടുത്തം ഉണ്ടാകുന്നു. ഈ ഹരികുമാർ സ്ഥിരം മദ്യപിക്കുന്ന അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരാളല്ല, പുകവലിക്കുന്ന ഒരാളല്ല. എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, രാത്രിയിൽ അദ്ദേഹത്തിന് ഈ സമയത്ത് ഉറക്കം വരാത്തത് കൊണ്ട് സിഗരറ്റ് വലിച്ചിട്ട് അതിൻ്റെ ഈ തീപ്പെട്ടിക്കുറ്റി അദ്ദേഹം ശ്രദ്ധിക്കാതെ എറിഞ്ഞു, തീപിടിച്ചെന്ന് കരുതാം. അല്ലെങ്കിൽ പുകവലിച്ച് തീർന്നപ്പോഴേക്കും സിഗരറ്റിൻ്റെ കുറ്റി എറിഞ്ഞ് തീപിടിച്ചെന്ന് പറയാം. അങ്ങനെ ഒരു പ്രക്രിയ ഉള്ള ഒരാളല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ തീപിടുത്തം എങ്ങനെ ഉണ്ടായി? മണ്ണെണ്ണയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഫയർഫോഴ്സ് വന്ന് വെള്ളം ചീറ്റിയതുപോലെയാണ് ആ മുറിക്കകത്ത് മുഴുവനും വെള്ളം കെട്ടി നിന്നത്. എങ്കിലും മണ്ണെണ്ണയുടെ നല്ല രൂക്ഷഗന്ധം പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ 2-നും 3 മണിക്കും ഇടയ്ക്കാണ് സംഭവിച്ചത്. ആ സമയത്ത് എന്നോട് രാഗിണിയും, അതായത് ശ്രീകല എന്ന മുത്തശ്ശിയും ശ്രീധുവും എന്നോട് പറഞ്ഞത്, ഞാൻ ചോദിച്ചു, അവരോട് ചോദിച്ചത് ഇവിടെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് 2 മണിയോടുകൂടി ഒരാൾ വന്ന് കിണറിൻ്റെ ഭാഗത്തായി നിൽക്കുന്നതായി കണ്ടു. ഞങ്ങളല്ല കണ്ടത്, പാർവണേന്ദു, ഈ
മരിച്ചുപോയ കുട്ടിയുടെ മൂത്ത ചേച്ചി 7 വർഷയോളം പ്രായമുള്ള പാർവണേന്ദുവാണ് കണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പാർവണേന്ദുവിനോട് ചോദിച്ചു, മോളെ വന്നത് ആണാണോ അതോ സ്ത്രീയാണോ എന്ന് ചോദിച്ചു. കുട്ടി ഒരു നിമിഷം അങ്ങനെ എഴുന്നിട്ട് പറഞ്ഞത്, അത് ഞാൻ അങ്ങനെയല്ല കണ്ടത്, ഞാനൊരു നിഴലാണ് കണ്ടത്. വെളുപ്പിന് 2 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സമയത്ത് അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഈ തീ പിടിക്കുന്നത് ഇവരെ വീട്ടുകാർ മറ്റാരും അറിയുന്നില്ലേ? അപ്പോൾ ഇതെങ്ങനെ അണച്ചു? എങ്ങനെ തീപിടുത്തമുണ്ടായി? പിന്നെ മറ്റൊന്നുകൂടെ ഞാനൊന്ന് ചോദിക്കട്ടെ, ശ്രീധുവും ഭർത്താവും ഈ കുഞ്ഞ് ജനിച്ച നാൾ മുതൽ, ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞത് മുതൽ ഒരു കൂരയ്ക്ക് കീഴിൽ കഴിച്ചിട്ടേ ഇല്ല. ഇവിടെ അച്ഛൻ്റെ ഉദയകുമാറിൻ്റെ മരണാനന്തര 16 അടിയന്തരത്തിന് ഉദയകുമാർ ഇന്നലെയാണ് വരേണ്ടിയിരുന്നത്. ഉദയകുമാർ 15-ൻ്റെ അന്ന് ഇവിടെ എത്തി. ഈ ഉദയകുമാറല്ല, ഈ ശ്രീധുവിൻ്റെ ഭർത്താവ്. ഈ 15-ൻ്റെ അന്ന് ശ്രീധുവിൻ്റെ ഭർത്താവ് ഇവിടെ വരണമെങ്കിൽ ഇവർ നിർബന്ധിച്ച് വിളിച്ചതാണോ അദ്ദേഹം സ്വയം വന്നതാണോ? ഇത് അദ്ദേഹം നിർബന്ധിച്ച് വിളിച്ചാണ് ശ്രീധുവിൻ്റെ ഭർത്താവ് ഇവിടെ വന്നെങ്കിൽ പകൽ പോലെ സത്യമല്ലേ? മനഃപൂർവ്വം കൊലപാതകം നടത്തി ആ ഭർത്താവിൻ്റെ തലയ്ക്ക്, കുഞ്ഞിൻ്റെ അച്ഛൻ്റെ തലയിൽ വച്ച് കെട്ടി ഇവർക്ക് രക്ഷപ്പെടുക എന്നുള്ളതല്ലേ? ഞാൻ ചോദിച്ചു, കുഞ്ഞ് എവിടെയാണ് കിടന്നത്? അത് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അടുത്താണ്. ഞാൻ വെളുപ്പിന് 5 മണി കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ സമയത്തിന് എനിക്ക് അവർ പൊരുത്തപ്പെടുത്തി പറഞ്ഞു തന്നത് കോട്ടുകാൽക്കുടം മുത്താരമ്മൻ ദേവി ക്ഷേത്രത്തിൽ രാവിലെ ഇടുന്ന പ്രഭാത ഗീതങ്ങൾ കേട്ട് കഴിഞ്ഞ് ഉദ്ദേശം ഒരു 5-10 മിനിറ്റിൻ്റെ സമയമിരിക്കും. ഞാൻ ബാത്റൂമിലേക്ക് പോകുമ്പോൾ അച്ഛൻ്റെ അടുത്ത് കിടക്കുന്നു. ബാത്റൂമിൽ ഇരിക്കുമ്പോഴേക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. അമ്മ, കുഞ്ഞ് കരയുന്നു എന്ന് പറഞ്ഞു. ഞാൻ ബാത്റൂമിൽ നിന്ന് ഫ്രഷായി പുറത്തു വന്ന് നോക്കുമ്പോൾ കുഞ്ഞിനെ കാണുവാനില്ല. ഇതാണ് ശ്രീധു എന്നോട് പറഞ്ഞത്. അപ്പോൾ ഈ തീപിടുത്തമുണ്ടായതും ഈ പ്രക്രിയകൾ ഇങ്ങനെ ഉണ്ടായതൊന്നും ശ്രീധുവിൻ്റെ ഭർത്താവ് അറിഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിന് ഭക്ഷണത്തിലും എന്തെങ്കിലും കൊടുത്ത് ഉറങ്ങാൻ വേണ്ടിയുള്ള പ്രക്രിയ നമ്മുടെ ജോളി ചെയ്തതുപോലെ ചെയ്തിരിക്കില്ലേ എന്നെനിക്കൊരു സംശയം. കാരണം അത്രയ്ക്ക് തീപിടുത്തം ഉണ്ടായിരിക്കുന്നു മുറിക്കകത്ത്. അപ്പോൾ എന്തായാലും നല്ലൊരു ബഹളവും ശബ്ദം ഉണ്ടാകണം. അദ്ദേഹം അത് അറിയണ്ടേ? അദ്ദേഹം അത് അറിഞ്ഞോ ഇല്ലയോ എന്ന് ഒരു ചർച്ചകളിൽ ഞാൻ കേട്ടുമില്ല, കണ്ടതുമില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായി പറയുന്നില്ല. ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്, ഹരികുമാറിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. എങ്കിൽ എന്തിന് ഹരികുമാർ ആ മുറിക്കകത്ത് തീയിട്ട് ചെയ്തു? അപ്പോൾ ഇതങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹരികുമാറിന് പ്രോത്സാഹനം കൊടുക്കാൻ, നിർദ്ദേശം കൊടുക്കാൻ അതിനകത്ത് ആളുണ്ട്. അത് ശ്രീധു തന്നെയാണ്. അല്ലാതെ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് അവരോടൊന്നും ഒരു അഭിപ്രായമില്ല. കാരണം എനിക്ക് വ്യക്തിപരമായി നല്ല അടുത്ത ബന്ധമുള്ള കുടുംബമാണ്. ഞാൻ 2000-2005 ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാനാകുമ്പോഴേക്കും അങ്കണവാടി ഹെൽപ്പറായി ശ്രീകലയ്ക്ക്, അല്ലെങ്കിൽ രാഗിണി എന്ന് പറയുന്ന ശ്രീകലയ്ക്ക് ജോലി വാങ്ങിക്കൊടുത്തത് ഞാനാണ്. എനിക്ക് ആ കുടുംബവുമായി നല്ല ബന്ധമുണ്ട്. ഇപ്പോഴും എനിക്ക് ആ ബന്ധമുണ്ട്. ഈ ഞാൻ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മത്സരിക്കുമ്പോഴും എനിക്ക് വോട്ട് ചെയ്ത കുടുംബമാണ്. എനിക്ക് നല്ല പകൽ പോലെ സത്യമാണ്. ശരി, താങ്കൾ അവിടെ ഉത്തരവാദപ്പെട്ട വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് തന്നെ പറയുന്ന വാക്കുകളായി ഞാൻ ഈ വാചകങ്ങളെ എടുക്കുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.